ഈ നിൽക്കുന്ന മനുഷ്യനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എക്സ്പ്ലോസീവ് അറ്റാക്കർമാരെ ഒരാള്. അടുത്ത 24 hours ഈ പുള്ളിക്കാരന്റെ ഡെയിലി റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്യാൻ പോവാണ്. എളുപ്പമായിരിക്കും അല്ലേ? ചെയ്യായിരിക്കും. റൊണാൾഡോ റൊണാൾഡോ രാവിലെ 5:30 എഴുന്നേക്കും. അതുകൊണ്ട് ഞാനും രാവിലെ 5:30 എഴുന്നേറ്റ്. അത് കഴിഞ്ഞ പുള്ളിക്കാർ ഉടനെ ബെഡ് എല്ലാം സെറ്റ് ചെയ്തിടും. അത് രാവിലെ ആദ്യമായിട്ട് എന്റെ ബെഡ് ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്നത്. ബെഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് 1/2 ലിറ്റർ വെള്ളം കുടിക്കും. ഒറ്റ വലിക്കാത്ത 1/2 ലിറ്റർ വെള്ളം കംപ്ലീറ്റ്. അത് കഴിഞ്ഞ് റൊണാൾഡോ ഓടാൻ പോകുന്നതിന് മുന്നേ 15 മിനിറ്റ് വാമ്പും ലൈറ്റ് സ്ട്രെച്ചിങ്ങും ചെയ്യും. I've been wanting this shit forever. I've been in the field with whatever they throw at me. Brush it off, pick myself up, moving on to the better. Hey. Ain't no errors. അങ്ങനെ വാമ്പ് കഴിഞ്ഞിട്ട് ഓടാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഓടാൻ പോകാൻ പക്ഷെ ഭയങ്കര മഴയാണ്. എന്നാലും നമ്മൾ ഓടാൻ പോകും. കാര്യം വെച്ചാൽ റൊണാൾഡോ കൺസിസ്റ്റൻസി വിട്ടൊരു കളിയില്ല. അതുകൊണ്ട് മഴയാണെങ്കിൽ നമ്മൾ ഓടാൻ പോകും. ഓക്കെ, ഞാൻ കിടന്ന് അലറിയിട്ട് പുറത്തുള്ള വണ്ടിക്കാരൊക്കെ നോക്കുന്നു. ഇതിനെന്താ പ്രാന്താ? ആൾക്കാരൊക്കെ എഴുന്നേറ്റ് മഴയത്ത് നമ്മൾ മാത്രം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊരു പമ്പരം പറത്തി വിടാം, ഇടിവിട്ടുമാ വെട്ടിന് തിരി കൊളുത്താം. റൊണാൾഡോ 1/2 മണിക്കൂറാണ് ജോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 1/2 മണിക്കൂർ ജോഗ് ചെയ്യണം. അപ്പൊ നമ്മൾ 2600-3000 സ്റ്റെപ്സ് അടുപ്പിച്ച് നമ്മൾ ജോഗ് ചെയ്തിട്ടുണ്ട്. കുറച്ചേരം നടന്ന് കുറച്ചേരം ഓടി. കുഴഞ്ഞു. പക്ഷേ അയ്യോ, എന്റെ കൺസിസ്റ്റൻസി ഉണ്ടാക്കി എനിക്ക് മിക്കവാറും പനി പിടിക്കും നാളെ ആകുമ്പോ. മാഹിഷ്മതി സാമ്രാജ്യ. അപ്പൊ അടുത്തത് ഐസ് ബാത്ത്. മോനെ, അപ്പൊ നമുക്ക് ഐസ് ബാത്ത് ചെയ്യാൻ പോകാം. റൊണാൾഡോ 5 മിനിറ്റാണ് ഐസ് ബാത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. റൊണാൾഡോ മനസ്സിൽ തനിച്ചങ്ങ് മുങ്ങുക. ആദ്യത്തെ പ്രാവശ്യം തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങി ഓടി. നമ്മൾ റൊണാൾഡോ ആണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. ഒന്നുമില്ല, കണ്ണും പൂട്ടി ഇത് ചെയ്യാൻ പോവാ. യു ക്യാൻ. എടാ, നമുക്ക് പറ്റത്തില്ല എന്ന് പറയാൻ നമ്മുടെ മൈൻഡാ, അല്ല നമ്മുടെ ബോഡി അല്ല. നമ്മുടെ മൈൻഡ് പറയും പക്ഷെ നമ്മൾ പറയും ഒരു കുഴപ്പമില്ല, നമ്മൾ വിളിക്കാം. റൊണാൾഡോ ചെയ്യുന്നതല്ലേ, പിന്നെ നമ്മളും ചെയ്യണം. 10 സെക്കൻഡ് കൂടെ ഇത് നോക്ക്. 10 സെക്കൻഡ് കൂടെ 5 മിനിറ്റ് നമ്മൾ കിടന്നു. ഇനിയും കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയും കിടക്കും. അത്രയ്ക്ക് സ്ട്രോങ് മൈൻഡായി ഞാൻ. കാലൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും മണിക്കൂർ റൊണാൾഡോ ആയിട്ട് സർവൈവ് ചെയ്ത് ഇനിയാണ് എന്റെ ഫേവറേറ്റ് പാർട്ട്, ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഓടാൻ പോയി, ഐസ് ബാത്ത് ചെയ്ത് വിശക്കുന്നു. റൊണാൾഡോ കഴിക്കുന്നത് മുട്ട, ഫ്രൂട്ട്സ്, പിന്നെ ഓട്സ്, പിന്നെ വെള്ളം. ഇതൊക്കെയാണ് റൊണാൾഡോ കഴിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. രാവിലത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് അടിച്ചു കയറ്റി ഫുഡല്ല. ഇനി അത് കഴിഞ്ഞ് നേരെ ടർഫിലേക്ക് പോകണം റൊണാൾഡോയുടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇനി റൊണാൾഡോയുടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ടർഫിൽ വന്നേക്കുവാ. റൊണാൾഡോയുടെ സ്കില്ല് ഞാൻ കാണിച്ചു തരാം. റൊണാൾഡോയുടെ ട്രെയിനിങ്ങിൽ വരുന്നത് 8 റൗണ്ട് ഗ്രൗണ്ടിന് ചുറ്റും കിടന്ന് ഓടണം, അതും ഫുൾ സ്പീഡിൽ. പ്രിന്റിങ് ഇതല്ല, റെസ്റ്റ് ഇല്ല, ഒറ്റ തവണ ഓട്. എത്ര റൗണ്ടായി? 4 5 ഇന്നലകളിൽ 8 റൗണ്ട് ഓട്ടം കംപ്ലീറ്റഡ്. റൊണാൾഡോ മഴയുണ്ട്, തെന്നിപ്പോയി. മഴയുണ്ടോ? എന്നെ ട്രെയിൻ ചെയ്യാൻ
കട്ടർ റൊണാൾഡോ ഫാനായ ആദ്യം നമ്മുടെ കൂടെ ഉണ്ട്. പറയടാ ഇനി എന്താ ട്രെയിനാ ചെയ്യണ്ടേ? അത് കഴിഞ്ഞ് കുറെ ഗ്രൗണ്ട് വർക്കൗട്ട് ചെയ്ത്, സ്ട്രെച്ചിങ് ചെയ്ത്, പ്ലാങ്ക് ചെയ്ത്, സൈഡ് പ്ലാങ്ക് ചെയ്ത്. ഗൈസ്, റൊണാൾഡോ ചെയ്യുന്നത് പ്ലാങ്ക്, അഭിഷേക് ചെയ്യുന്നത് പ്ലക്ക്. റൊണാൾഡോ 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 എന്റെ എനർജി ലെവൽസ് എല്ലാം നല്ല രീതിക്ക് ഡൗൺ ആയി. മഴയത്ത് കളിച്ച് ട്രെയിൻ ചെയ്ത് വയ്യ. ഇനി എനർജി ലെവൽ തിരിച്ചു കിട്ടാൻ ഒരേ ഒരു വഴിയുള്ളൂ, ഫുഡ് കഴിക്കുക. അപ്പം റൊണാൾഡോയ്ക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറ്, ചിക്കന്, വെജസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്ക് ടയേർഡായിരുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ 10 മണിക്ക് എഴുന്നേക്കുന്നത് ഞാൻ 5:30 എഴുന്നേറ്റുകൊണ്ട് അത്ര നേരത്തെ ഉറക്കം കിടക്കുന്നു. പിന്നെ റൊണാൾഡോയുടെ എക്സ്ട്രീം ട്രെയിനിങ്, രാവിലത്തെ ഓട്ടം, അത് കഴിഞ്ഞ് ടർഫിൽ കിടന്നുള്ള കാട്ടായം, ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചത്ത്. ഞാൻ ഈ ചലഞ്ച് ഗിവ് അപ്പ് ചെയ്താലൊന്നും ആലോചിക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കും കുഴഞ്ഞ് മെന്റലി ഫിസിക്കലിയും. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ഇതേ ചലഞ്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ തോറ്റുപോയി. പക്ഷെ ഇനി എനിക്ക് തോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ റൊണാൾഡോയ്ക്ക് ഒരു ഉറക്കമുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാണ്. എനിക്ക് തോന്നുന്നു എനിക്കിപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ടത് ഒരു ഉറക്കമാണ്. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനർജിയൊക്കെ തിരിച്ചു കിട്ടിയേക്കാം. അതുകൊണ്ട് എന്തായാലും ഒന്ന് ഉറങ്ങാൻ പോകുന്നു ഞാൻ. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എനർജി കിട്ടി, എങ്കിലും വലിയ എനർജി ഒന്നും കിട്ടിയില്ല. എന്നാലും ഒരു കോഫി കുടിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ വന്നപ്പോൾ എനിക്ക് പഴയ പോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം രാവിലെ കിടന്ന് ഓടി കാല് വേദന, ഒന്നാമതൊന്ന് ലെഗ് ഡേ. ഇങ്ങനെ ചെറിയ കാര്യത്തിന് വരെ ഗിവ് അപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനും ഗിവ് അപ്പ് ചെയ്യും. എനിക്ക് ഒട്ടും പറ്റത്തില്ലെങ്കിലും ഞാൻ ഹെവി വെയിറ്റ് ഇട്ട് തന്നെ എല്ലാത്തിനും അടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് ഞാൻ പോയി. അപ്പം നമ്മൾ ജിമ്മിൽ നിന്ന് വന്ന് ഇനി അടുത്തത് റൊണാൾഡോയുടെ ഷേക്ക് ഉണ്ടാക്കി കുടിക്കണം. റൊണാൾഡോ ജിമ്മിൽ നിന്ന് വന്നിട്ട് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. പാല്, പഴം, വേ പ്രോട്ടീൻ, ഓട്സ്, ഇതെല്ലാം ചേർന്നൊരു ഷേക്കാണ് റൊണാൾഡോ കുടിക്കുന്നത്. അപ്പൊ നമ്മുടെ റൊണാൾഡോ ഷേക്ക് കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഡിന്നർ, പഴയ പോലെ തന്നെ പ്രോട്ടീനും കാർബും ഫൈബറും അടങ്ങിയ ഒരു ഡിന്നർ. സോ ഡിന്നറോട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഓട്ടക്കത്തെ ക്ഷീണം, പിന്നെ എല്ലാം കയറി കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി അടുത്തത് ആരുടെ ഡെയിലി റൂട്ടീൻ ഞാൻ ചെയ്യണമെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അതുവരെ ഏതാണ്ട് ഈ പൊങ്ങി വന്ന വീഡിയോ കണ്ടിരുന്നു. ഓക്കെ, ബൈ.